കൃഷ്ണപക്ഷത്തിലെ ആദ്യത്തെ വെളുത്താവ് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ശിവരാത്രിയായിട്ട് ആചരിക്കുന്നത്. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃത് കിട്ടാൻ വേണ്ടി പാലാഴി കടഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്ന് കാളകൂട വിഷമാണ് ആദ്യം പുറത്തേക്ക് വന്നത്. ഈ വിഷം ഭൂമിയിൽ വീണു കഴിഞ്ഞാൽ സർവനാശമാണ്. വീഴുന്നതിന് മുമ്പ് മഹാദേവൻ അതെടുത്ത് സേവിക്കുകയും അത് തൊണ്ടയിൽ പാർവതി ദേവി തടഞ്ഞു നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ദിവസം കൂടിയാണ് ശിവരാത്രി. ഈ ശിവരാത്രി ദിവസത്തില് വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് അതീവ ശ്രേഷ്ഠമാണ്. കുടുംബ ഐശ്വര്യത്തിനും സർവ്വ ഐശ്വര്യങ്ങൾക്കും മനോബലത്തിനും ഒക്കെ ശിവരാത്രി ആചരിക്കുന്നത് ബഹുവിശേഷമാണ്. ഈ ദിവസത്തിലെ വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ആഹാരം ഒന്നും കഴിക്കാതെ വെള്ളം സേവിക്കുകയും വേണമെങ്കിൽ അത്യാവശ്യം പഴവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ് അങ്ങനെയുള്ളത് കഴിക്കുകയും ചെയ്യാറാണ് പതിവ്. വ്രതം മുറിക്കുന്നത് പിറ്റേ ദിവസം കുളിച്ചു വന്ന് ഭഗവാന് വില്ലുപത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിച്ച് വ്രതം മുറിക്കുകയാണ് ചെയ്യുക. ഇതേ ദിവസങ്ങളിൽ ഭഗവാന് വെള്ളം, ശുദ്ധമായിട്ടുള്ള ജലം, തേന്, എണ്ണ, പാല്, വില്ലുപത്രം അതായത് കൂവളത്തില, മൂന്നെണ്ണം ചേർന്ന കൂവളത്തില കൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, അതുകൊണ്ട് അഭിഷേകം കഴിക്കുക, ഇതൊക്കെ ബഹുവിശേഷമാണ്.